നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കിരീടം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ഓപ്പണിംഗ് ഇമേജ് എന്ന് പറയുമ്പോൾ സിനിമ തുടങ്ങുമ്പോൾ കാണാൻ പറ്റും നമുക്ക് മോഹൻലാലും തിലകനും എല്ലാവരും ഒരു സന്തോഷമായിട്ടുള്ളൊരു കുടുംബമാണെന്ന് കാണാൻ പറ്റും. സിനിമയുടെ ഒരു ആരംഭത്തിൽ മോഹൻലാലിൻ്റെ ഗ്രാമീണ ജീവിതമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ആ നാട്ടിൽ വളരെ സമാധാനപരമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ അന്തരീക്ഷവും. രണ്ടാം തീം സ്റ്റേറ്റ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവുക എന്നുള്ളതാണ്. അവിടെ ഒരു ചോദ്യമായിട്ടാണ് വരുന്നത്, ആകുമോ ഇല്ലയോ. ഇനി ഫൺ ആൻഡ് ഗെയിം എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഈ പാർട്ടിൽ എത്തുമ്പോഴാണ് അവിടെ വെച്ച് കമ്പനിയായിട്ടുള്ള എല്ലാവരുമേ ചെയ്ത് ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ വച്ച് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് സാധനം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എക്സാമ്പിൾ വെച്ച് 15 പോയിന്റ്. നമ്മുടെ ഇപ്പോഴത്തെ റിവ്യൂവേഴ്സിന് ഇത് എങ്ങനെയാണ് എന്ന് ചിലപ്പോൾ അവർ ഇതൊക്കെ നോക്കിയിട്ടാണോ എന്നുള്ളത് അറിയില്ല. അവര് സിനിമ കണ്ടിട്ട് മോശം നല്ലത് എന്ന വാക്കുകളാണ് ഇപ്പൊ സാധാരണ ഗതിയിൽ ഗുണ്ടാപിരിവ് നടത്താനും പുള്ളിക്കാരന്റെ പേര് പറയാം. അതെ, അപ്പൊ അതിനകത്ത് സത്യത്തിൽ നമുക്കിപ്പോ ഈ ജഗതിയുടെ ഒക്കെ ആ ഒരു വേഷം അവിടെ വരുന്നതും, അളിയന്റെ വേഷം അവിടെ വരുന്നതും, സുഹൃത്തുക്കള് കൂടെ കൂടിയിട്ട് ആ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും. വെൽക്കം ടു ഇൻഫിൻ പ്ലസ് മൂവി മൂമെന്റ്സ്. അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള, സ്ക്രിപ്റ്റ് അനാട്ടമിയുടെ ഭാഗമായിട്ടുള്ള 2-3 എപ്പിസോഡുകൾ ചെയ്തു. അത് കഥാർസിസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 3 ആക്ട് പ്ലേസിലേക്കും ഹീറോ ഓഫ് ജേണിയിലേക്കൊക്കെ കടന്നിരുന്നു. അപ്പം ഇത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സേവ് ദ കേറ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കാണ്. അപ്പം നേരത്തെ ഉള്ള എപ്പിസോഡ്സ് കണ്ടിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ, കണ്ടിട്ടില്ലാത്ത ആൾക്കാർ. അപ്പം സ്ക്രിപ്റ്റ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുമ്പോൾ വളരെ അധികം നന്നായിരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. വെൽക്കം വൺസ് അഗെയിൻ. ഓക്കെ, നമസ്കാരം. അപ്പോൾ സേവ് ദ ഗേറ്റ്, അപ്പോൾ ബ്ലാക്ക് സ്നൈഡർ എന്ന ഒരു ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും നമുക്ക് സേവ് ദ ഗേറ്റിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സേവ് ദ ഗേറ്റിൻ്റെ സങ്കീർണമായ വശങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഒന്ന് മാക്സിമം സംസാരിച്ച് പോകണം. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിൽ 15 പോയിന്റാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തമമായിട്ടുള്ള ഒരു കഥയിലേക്കുള്ള എങ്ങനെയാണ് ചെന്നെത്തിപ്പെടുക എന്നുള്ളതാണ്. 5 ആക്ട് പ്ലേ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 5 ആക്റ്റാണ് ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഇൻപുട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 5 ആക്ടിനെ വീണ്ടും ഭാഗിച്ചുകൊണ്ട് ഓരോരോ റെസൊല്യൂഷൻസ് എങ്ങനെ നായകൻ കടന്നു പോകണം എന്നുള്ള ചട്ടക്കൂടുകളാണ് യഥാർത്ഥത്തിൽ ഈ 15 പോയിന്റുകൾ എന്ന് പറയാം. ഈ 15 പോയിന്റ് ഇൻഡയറക്റ്റ്ലി 5 ആക്ട് പ്ലേ സ്ട്രക്ചറാണ് ആക്ച്വലി. അവിടെ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഇമേജ് എന്നാണ് പറയുന്നത്. ഒരു കഥ തുടങ്ങുമ്പോൾ അത് ചേഞ്ച് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ആ നായകൻ്റെ അല്ലെങ്കിൽ ആ ലോകത്തിലുള്ള കാര്യങ്ങൾ വേണം അതിൻ്റെ അത് കാണിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കിരീടം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ഓപ്പണിംഗ് ഇമേജ് എന്ന് പറയുമ്പോൾ സിനിമ തുടങ്ങുമ്പോൾ കാണാൻ പറ്റും നമുക്ക് മോഹൻലാലും തിലകനും എല്ലാവരും ഒരു സന്തോഷമായിട്ടുള്ളൊരു കുടുംബമാണെന്ന് കാണാൻ പറ്റും. അവരുടെ ജീവിതശൈലി എങ്ങനെയാണെന്നുള്ളത്. അതെ, സിനിമയുടെ ഒരു ആരംഭത്തിൽ മോഹൻലാലിൻ്റെ ഗ്രാമീണ ജീവിതമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ആ നാട്ടിൽ വളരെ സമാധാനപരമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ അന്തരീക്ഷവും വീട്ടിലെ അന്തരീക്ഷവും ഒക്കെ ചേർന്നിട്ടുള്ള വളരെ ഭംഗിയുള്ള, നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് ആദ്യം കിരീടം നടത്തുന്നത്. അതെ. അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തീം സ്റ്റേറ്റ് ചെയ്യുക. ഈ കഥയിൽ എന്താണ് ഐഡിയ പറയാൻ ഉദ്ദേശിക്കുന്നത്, സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ഡയറക്ടർ ആയാലും അതാണ് അവിടെ വയ്ക്കുന്നത്. തീം സ്റ്റേറ്റ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവുക എന്നുള്ളതാണ്. അവിടെ ഒരു ചോദ്യമായിട്ടാണ് വരുന്നത്, ആകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് നമുക്ക് കാണുമ്പോൾ അത് ചോദ്യമായിട്ട് തോന്നത്തില്ല, പക്ഷെ അതിനുള്ള ഉത്തരം അവസാനമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയിൽ എന്തായാലും നമ്മൾ ആദ്യം സെറ്റപ്പ് ചെയ്യണം, സ്ഥലം കാണിക്കണം. രണ്ടാമത്തത് എന്താണോ കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചോദ്യം വയ്ക്കണം. അതാണ് നമ്മൾ തീം സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെ, അതായത് മോഹൻലാൽ പോലീസ് ഓഫീസർ ആകുക എന്നതാണ് ആഗ്രഹം. മോഹൻലാൽ പോലീസ് ഓഫീസർ ആകുക എന്ന ആഗ്രഹം നടപ്പിലാകുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് മുന്നിൽ വരുന്നത്. അത് നടക്കുമോ ഇല്ലയോ എന്നത്. അപ്പം അവിടെ ഒരു പ്രതിസന്ധി, ഒരു സംഘർഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ലക്ഷ്യം. അപ്പം എങ്കിലും ഒരു ഡൈവേർഷൻ വരുള്ളൂ അല്ലേ? ഇതിന് മുമ്പായിട്ട് ഒരു പോയിന്റ് കൂടെ ഉണ്ട്, സെറ്റപ്പ് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്.
സംഘർഷത്തിന് മുമ്പായിട്ട് അത് അതിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റപ്പിലാണ് ഓരോ ക്യാരക്ടറിന്റെ സ്വഭാവം കാണിക്കുന്നത്. തിലകന്റെ സ്വഭാവം എന്താണെന്നും മോഹൻലാലിന്റെ സ്വഭാവം എന്താണെന്നും അയാളുടെ ചുറ്റുപറ്റുമുള്ള എല്ലാവരുടെയും സ്വഭാവത്തെ കുറിച്ച് കാണിക്കുന്നതാണ് ഈ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് തിലകന് കുറച്ച് കട്ട് ഫോർവേഡായിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു ഓഫീസറാണെന്നും അങ്ങനത്തെ ഒരാളാണെന്നും നമുക്ക് മനസ്സിലാവുന്നത്. മോഹൻലാൽ എങ്ങനത്തെ ഒരു നല്ലൊരു ഉത്തമനായിട്ടുള്ളൊരു മഹാനാവാൻ ശ്രമിക്കുന്ന ഒരു ആളാണെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അതാണ് നമുക്ക് സെറ്റപ്പിൽ നിന്ന് മനസ്സിലാവാൻ പറ്റുന്നത്. അടുത്തതെന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് എന്ന് പറയും, ഉൾപ്രേരകം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എക്സാമ്പിളായിട്ട് അതിൽ ഈ കിരീടം സിനിമയിൽ പറയാൻ പറ്റുന്നത്. തിലകൻ്റെ ട്രാൻസ്ഫർ എന്ന് വേണമെങ്കിൽ പറയാം. ആ പുള്ളിക്കാരൻ്റെ സ്വഭാവത്താൽ സെറ്റപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ട്രാൻസ്ഫർ എന്തുകൊണ്ടായി എന്നുള്ളത് ചുമ്മാ നമുക്ക് ആക്കാൻ പറ്റത്തില്ല. തിലകൻ്റെ സ്വഭാവം അതിന് മുമ്പേ കാണിച്ച് വച്ച ശേഷമാണ് പോകുന്നത്. അതിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും പുതിയ ലോകത്തിലേക്ക് മാറാൻ പോകുന്നതും ആ ഒരു സമാധാനപരമായിട്ടിരുന്ന ജീവിതം മാറി വേറെ ഒന്നിലേക്ക് മാറുന്നത് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഉൾപ്രേരകം ഉണ്ടാവുന്നത് അതാണ്. അപ്പോൾ അത്തരത്തിലൊരു ഉൾപ്രേരകമായിട്ട് ഉള്ള ഒരു മൂവ്മെൻറ്റ് ആ ഘട്ടത്തിൽ നമുക്ക് ഉണ്ടായി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉൾപ്രേരകത്തിൽ നിന്നാണ് പിന്നീട് കിരീടം സിനിമയുടെ അങ്ങനെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടായിട്ട് ആ സിനിമ പിന്നീടൊരു ചേഞ്ചിലേക്ക് മറിയണം. അപ്പോൾ ആലോചിച്ച് നോക്കി, വളരെ ക്ലാസിക്കലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 6 ദിവസം കൊണ്ടെന്തോ ലോഹിതദാസ് എഴുതി തീർത്ത അത്ഭുതകരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ 6 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയൊരു ക്ലാസിക്കൽ ലെവലിൽ ആ കഥാപാത്രത്തെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു പവർ നമുക്ക് അവിടെയാണ് കാണുന്നത്. വർഷങ്ങളും 10-12 വർഷം ഒക്കെ എടുത്തിട്ട് ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 6 ദിവസം കൊണ്ടിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പ്രോസസ്സിലേക്ക് കടക്കാം എന്നുള്ളതാണ്. അതെ, ഞാൻ ഒരിക്കലുമേ പുള്ളിക്കാരന് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ഈ പുള്ളിക്കാരന് ഈ തിയറിയുടെ ആവശ്യം പോലും ഇല്ല. ആക്ച്വലി അത് നാച്ചുറലി അത് വരുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് സാധനം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എക്സാമ്പിൾ വെച്ച് 15 പോയിന്റ്. നമ്മുടെ ഇപ്പോഴത്തെ റിവ്യൂവേഴ്സിന് ഇത് എങ്ങനെയാണ് ചിലപ്പോൾ അവർ ഇതൊക്കെ നോക്കിയിട്ടാണോ എന്നുള്ളത് അറിയില്ല. അവര് സിനിമ കണ്ടിട്ട് മോശം നല്ലത് എന്ന വാക്കുകളാണ് ഇപ്പൊ സാധാരണ ഗതിയിൽ എന്താണ് നിരൂപണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല. ടെക്നിക്കൽ സൈഡ് സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ എന്താ വരാണ്ടത് എന്തൊക്കെയാ ഇതൊന്നും നമുക്ക് അറിയത്തില്ല മിക്കതും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിബേറ്റ് എന്ന് പറഞ്ഞ പോയിന്റാണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നായകൻ എടുത്ത് ചാടുന്ന അവസ്ഥയിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്രേരകത്താൽ നായകൻ ചാടുന്ന. ഇപ്പം ഇവിടെ ഉൾപ്രേരകം എന്ന് പറയുന്നത് പുതിയൊരു നെറ്റോറിയസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരുന്നതാണ്. അവിടെ വച്ചിട്ട് കിരീടം ജോസിനെയും അവരുടെ കൂട്ടാളിയെയും നമ്മളെ തിലകൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരിക്കലുമേ അംഗീകരിക്കാൻ പറ്റാത്തവരാണ്. പുള്ളിക്കാരൻ്റെ കട്ട് ഫോർവേഡായിട്ടുള്ള സ്വഭാവത്തിൽ അടിയുണ്ടാവുന്ന മോഹൻലാൽ കയറി ഇടപെടുന്നുണ്ട്, കിരീടം ജോസിനെ അടിച്ചിടുന്നുണ്ട്. അതാണ് അവിടെ വരുന്ന ഒരു ഇടപെടാണ്ട ഒരവസ്ഥ. അയാൾ ആ ലോകത്തിലേക്ക് ഇൻട്രൊഡക്ഷൻ ആവുന്നൊരവസ്ഥ അതാണ് ഡിബേറ്റ് പോയിന്റ് എന്ന്. പോണോ വേണ്ടയോ ഒരുപാട് വട്ടം. അതെ, ആ പെർട്ടിക്കുലർ മൂവ്മെന്റിൽ രാമപുരത്തെ ചന്തയിൽ നിന്ന് മോഹൻലാൽ സംഘർഷത്തിലേക്ക് ആവുന്ന തിലകനെ കിരീടം ജോസ് വന്നിട്ട് അടിച്ചിടുന്ന ഒരു പ്രത്യേക മൂവ്മെന്റ് അല്ലേ? ആ മൂവ്മെന്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം അച്ഛനാണ് ഏറ്റവും വലുതെന്ന് മോഹൻലാൽ തീരുമാനിച്ച് കൊണ്ട് ഇതിന്റെ മുന്നോട്ട് വരുന്ന ടേണിംഗ് പോയിന്റ്. അതെ, അതിനു മുമ്പ് പലപ്പോഴും അടിയും പിടിയും എല്ലാം കാണുന്നുണ്ട്, ഇവരെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. മോഹൻലാൽ പോകുന്നില്ല. ആ ബ്രേക്കിംഗ് പോയിന്റ് എത്തുന്ന അച്ഛനെ തൊടുമ്പോഴാണ്. അല്ല, പിന്നീട് അതിൻ്റെ 2ാം ഭാഗത്തിൽ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടത് ആ തെരുവിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ. അപ്പം അത് ആ ഒരു പ്രത്യേക മൊമെൻറ്റിലേക്ക് എത്തുന്ന ഒരു ഘടകത്തെ അവിടെ വളരെ വളരെ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഗ്രാഫ് വളരെ കൃത്യമായ രീതിയിൽ എല്ലാ രീതിയിലും അതിൻ്റെ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ക്യാരക്ടർ അവിടെ എത്തിക്കുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബി സ്റ്റോറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് നായകൻ, ബി എന്ന് പറയുന്നത് നായകനോളം കൂടെ സഞ്ചരിക്കുന്ന ഒരാൾ. ഇവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് SI ആയിട്ടുള്ള മുരളിയെ നമുക്ക് ഉദ്ദേശിക്കാം. പുള്ളിക്കാരൻ്റെ ഗൈഡൻസ് വരുന്നുണ്ട്. മുരളി കാരണമാണ് ആക്ച്വലി പുള്ളിക്കാരന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്ന. അച്ഛൻ എപ്പോഴുമേ പിടിച്ചു കൊടുക്കാം, പോലീസിൻ്റെ നിയമത്തിന് പിടിച്ചു കൊടുക്കുക എന്നുള്ള നിൽക്കുമ്പോഴും മുരളിയാണ് ആക്ച്വലി സഹായിച്ച് ഒന്ന് കാമായിട്ടുള്ള രീതിയിൽ നിർത്താൻ ശ്രമിക്കുക, സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ മുരളി എന്ന് പറയുന്നത് നായകനെ
അല്ലെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അയാളെ തെറ്റിലേക്ക് പോകുന്നു എന്ന് അറിയുമ്പോഴത്തേക്കും പലപ്പോഴും ശാസിക്കുക ഉൾപ്പെടെ ചെയ്യുന്നതാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടർ അവിടെ വേണം, എന്നാലേ നായകന് ആ ഒരു കംപ്ലീഷൻ എത്തത്തുള്ളൂ. സഹായം ആ അവസ്ഥയിൽ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മറ്റെല്ലാവരും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു മൊമെൻറ്റിലാണ് സത്യത്തിൽ മോഹൻലാൽ അങ്ങനൊരു ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പം അതായത് അച്ഛൻ സംരക്ഷിക്കണമെന്നുണ്ട്, പക്ഷേ അച്ഛൻ്റെ ആദർശം അനുവദിക്കുന്നില്ല. അനുജനോ അല്ലെങ്കിൽ അമ്മാവനോ അങ്ങനെ എല്ലാ ആൾക്കാരും, സേതുമാധവനെ സ്നേഹിച്ചിരുന്ന, ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന എല്ലാ ആൾക്കാരും, അമ്മ ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും സേതുമാധവനെ എങ്ങനെ മാറ്റി നിർത്താമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് അപ്പോഴത്തെ മുരളിയുടെ ഒരു സംരക്ഷണം കിട്ടുന്നത്. സേതുമാധവനെ അപ്പോഴും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ പലപ്പോഴും സേതുമാധവനെ ഒരു തള്ളിക്കളയലിൻ്റെ വക്കോളം എത്തിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ. അപ്പോൾ ആ സിനിമ ആ രീതിയിൽ അതിനെ വർക്ക് ചെയ്ത് വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോവാം, മുന്നോട്ട് പോകാം. ഇനി ഫൺ ആൻഡ് ഗെയിം എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഈ പാർട്ടിൽ എത്തുമ്പോഴാണ് അവിടെ വെച്ച് കമ്പനിയായിട്ടുള്ള എല്ലാവരുമേ ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ വച്ച് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഗുണ്ടാപിരിവ് നടത്താനും പുള്ളിക്കാരൻ്റെ പേര് പറയാം. അപ്പോൾ അതിനകത്ത് സത്യത്തിൽ നമുക്കിപ്പോൾ ഈ ജഗതിയുടെയൊക്കെ ആ ഒരു വേഷം അവിടെ വരുന്നതും, അളിയന്റെ വേഷം അവിടെ വരുന്നതും, സുഹൃത്തുക്കള് കൂടെ കൂടിയിട്ട് ആ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഒക്കെ നമുക്ക് ആ ഘട്ടത്തിൽ കാണാൻ പറ്റും. അത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു സംഘർഷം നിറഞ്ഞ മൂമെൻ്റാണ്. ആ സിനിമ മുഴുവൻ സംഘർഷമാണ്. പക്ഷെ ഈ ഘട്ടത്തിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അയാളൊരു കോമാളിയും കൂടെ ആവുകയാണ്. അതാ ഫൺ ആൻഡ് ഗെയിം എന്ന് പറയുമ്പോഴേ ആ സിറ്റുവേഷനിൽ കയറി വരവുക എന്ന് വേണമെങ്കിൽ പറയാം. ഫൺ ആൻഡ് ഗെയിം എന്നുള്ള പോയിന്റ് കഴിഞ്ഞ ശേഷം ജഗതി എല്ലാവരും അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ കഴിഞ്ഞ ശേഷം അടുത്ത് വരുന്നത് മിഡ് പോയിന്റ് ആണ്.